മൂന്നാം ക്ലാസ്സിലെ ലിസാനിലെ മൂന്നാമത്തെ പാഠം നോക്കാം. അദ്ദർസു സാലിസു മാദാ അലത്വാവിലെത്തി. മേശപ്പുറത്ത് എന്താണ്? ഈ പാഠത്തിലൂടെ അല എന്ന വാക്കിൻ്റെ പ്രയോഗം നമുക്ക് പഠിക്കാം. അല എന്നാൽ മേൽ, മുകളിൽ എന്നൊക്കെയാണ് അർത്ഥം. ഒരു വസ്തുവിൻ്റെ മുകളിലോ ഒരു വസ്തുവിൻ്റെ മേലിലോ ഉള്ളതിനെ പറയുമ്പോൾ അല എന്ന പദം ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പാഠം നോക്കാം. മദാ അലത്വാവിലെത്തി. മേശപ്പുറത്ത് എന്താകുന്നു? അലത്വാവിലെത്തി മേശപ്പുറത്ത് കിതാബുൻ പുസ്തകമുണ്ട്. അലത്വാവിലെത്തി കിതാബുൻ മേശപ്പുറത്ത് പുസ്തകമുണ്ട്. അലഷജറത്തി മരത്തിന്മേൽ ഉഷുൻ കിളിക്കൂടുണ്ട്. അലഷജറത്തി ഉഷുൻ മരത്തിന്മേൽ കിളിക്കൂടുണ്ട്. അസ്സാഅത്തു അലൽ ജിദാരി ചുമരിന്മേൽ ക്ലോക്കുണ്ട്. അൽ അസ്ഹാറു അലൽ അഗ്റാസി ചെടിക്കു മുകളിൽ പൂക്കളുണ്ട്. അൽ ഇമാമത്തു അലർ റഅസി തലക്കു മുകളിൽ തലപ്പാവുണ്ട്. അലസ്സരീരി ഫിറാഷുൻ കട്ടിലിന്മേൽ വിരിപ്പുണ്ട്. അലസ്സബൂറത്തി കിതാബത്തുൻ ബോർഡിന്മേൽ എഴുത്തുണ്ട്. നസിലു വനക്റഉ നമുക്ക് ചേർത്ത് വായിക്കാം. അൽ കിതാബു അലത്വാവിലെത്തി പുസ്തകം മേശപ്പുറത്താണ്. അൽ മിർഅത്തു അലൽ ജിദാറി കണ്ണാടി ചുമരിന്മേലാണ്. അൽ ഉറാബു അലഷജറത്തി കാക്ക മരത്തിന്മേലാണ്. അൽ ഇമാമത്തു അലർ റഅസി തലപ്പാവ് തലയിലാണ്. അസ്വലാത്തു അലന്നബിയ്യി സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ്. നക്തുബു വനതദറബു ഞങ്ങൾ എഴുതുകയും പരിശീലിക്കുകയും ചെയ്യുന്നു. അർറജുലു അലാ ലഹരിൽ ഫറസി പുരുഷൻ കുതിരപ്പുറത്താണ്. അസ്സഫീനത്തു അലാ സത്ഹിൽ ബഹ്റി കപ്പൽ സമുദ്ര ഉപരിതലത്തിലാണ്. അസ്വലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുകല്ലഫിൻ പ്രായപൂർത്തിയായ എല്ലാവരുടെ മേലും നിസ്കാരം നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അടുത്തത് നുറത്തിബുൽ അൽഫാല ഞങ്ങൾ വാക്കുകൾ ക്രമപ്പെടുത്തുന്നു. ക്രമം തെറ്റിയാണ് തന്നിട്ടുള്ളത്, അത് ക്രമപ്പെടുത്തി എഴുതാം. ആദ്യം എഴുതേണ്ടത് അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും നബിയെ അങ്ങയുടെ മേൽ ഉണ്ടാവട്ടെ. രണ്ടാമത്തെ അല്ലാഹുമ്മ സൊല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സൊല്ലി അലൈഹി വസല്ലിം. അതിൻ്റെ അർത്ഥം അള്ളാഹുവെ മുഹമ്മദ് നബിയിൽ നീ ഗുണവർദ്ധനവുകൾ ചൊരിയണമേ.
രക്ഷിതാവേ, നിന്റെ ഗുണവും രക്ഷയും അവരിൽ സദാ നൽകണമേ. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ.